പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയ ട്രെയിനിലെ 300 ബന്ദികളെ മോചിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ അറിയിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഈ ട്രെയിൻ റാഞ്ചി യാത്രക്കാരെ കഴിഞ്ഞ ദിവസം ബന്ദികളാക്കിയത്. ആക്രമണത്തിൽ 33 BLA ബലൂച്ച് ലിബറേഷൻ ആർമിക്കാരെയും കൊലപ്പെടുത്തി എന്നാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. നേരത്തെ 100 പാക് പൗരന്മാരെ വധിച്ചുവെന്ന് BLA അവകാശപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാൻ സേനയുടെ ഈ വിശദീകരണം ഉണ്ടാകുന്നത്. PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. PP ജെയിംസ്, ഇതിൽ അല്പസമയം മുമ്പാണ് BLA ഇതിൽ 50 ബന്ദികളെ ഉൾപ്പെടെ 100 പാക് പൗരന്മാരെ വധിച്ചു, 20 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വധിക്കും, അതിന് ഉത്തരവാദിത്വം സൈന്യത്തിനായിരിക്കുമെന്നൊരു മുന്നറിയിപ്പും ഒക്കെ നൽകിയത്. എന്താണ് പാക് സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് വലിയ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത്. എത്രയോ മണിക്കൂറുകളായി. ഒരുപക്ഷെ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് നടന്നത്. കാരണം ഒരു ജാഫർ എക്സ്പ്രസ് പെഷ്വാറിൽ നിന്ന് കൊറ്റയിലേക്ക് പോന്നു. ഒരു പർവ്വതത്തിന്റെ അടുത്ത് വെച്ച്, ടണലിന്റെ അടുത്ത് വെച്ച് ട്രെയിൻ റാഞ്ചിക്കുന്നു. വിമാന റാഞ്ചി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ തീവണ്ടി റാഞ്ചുന്നത് വളരെ അപൂർവമാണ്. അത് അവർ തോക്കുകളുമായിട്ട് ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയെന്ന് മാത്രമല്ല, നേരത്തെ റിപ്പോർട്ട് വന്ന 450 പേരെ അടങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്ന ട്രെയിൻ എന്നാണ്. പിന്നീട് കുറെ പേരെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും 300-ലേറെ പേർ ട്രെയിനിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ 100-ലേറെ പേർ പാക് സൈന്യത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്റർനാഷണൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. ഈ 100 സൈനികരെ ലക്ഷ്യം വെച്ചാണ് ലിബറേഷൻ ആർമി ഇവരെ തടഞ്ഞത്. വെടിവെപ്പുണ്ടായി. വ്യോമസേന ഹെലികോപ്റ്റർ വഴിയും വ്യോമാക്രമണം നടത്തി. വലിയ വെടിവെപ്പുണ്ടായി. ഒരുപാട് പേര് ഇഞ്ചുറി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിരവധി ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് പാക് സൈന്യം പറയുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ശരിയാണ്. അത് ഇന്റർനാഷണൽ മീഡിയയൊക്കെ ശരിക്കുന്നുണ്ട്. പിന്നെ ആരും കൊല്ലപ്പെടാതെ ഇത്രയും പേരെ എന്ന് പറയുന്നതിൽ ഒരു ഇതുമില്ല. കാരണം അത് വളരെ ആഴമായിട്ടുള്ളവരാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശരി, ശ്രീ PP ജെയിംസ്, ഓഡിയോ എന്തോ സാങ്കേതിക തകരാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ സേന ഇപ്പോൾ അറിയിക്കുന്നത്. നേരത്തെ BLA അവകാശപ്പെട്ടത് 100-ലധികം ആളുകളെ അവർ കൊലപ്പെടുത്തി. 20 മണിക്കൂർ കൂടി സമയം തരാം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെയും വധിക്കും, അതിന് ഉത്തരവാദിത്വം പാക് സേനയ്ക്കായിരിക്കുമെന്ന് BLA പറഞ്ഞിരുന്നു. ഇപ്പോൾ പാക് സേന പറയുന്നത് മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു എന്നാണ്. അതുപോലെ ഈ BLAയുടെ 33 BLA ആർമി ഉണ്ടായിരുന്നു, അവരെ വകവരുത്തിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് അതിൽ നടന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ വരും. PP ജെയിംസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്.